സർ, PSC പ്രായപരിധി വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. 40 വയസ്സ് വരെയൊക്കെ ഇനി PSC എക്സാം എഴുതാം എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഏത് രീതിയിൽ അവരിത് സ്വീകരിക്കാനാണ് സാധ്യത? ചിലരൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇതിന് നേരെ കുറിച്ചിരിക്കുന്നത്. ഒപ്പം സർക്കാർ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്? സാർ എങ്ങനെ ഇതിനെ വിലയിരുത്തും? എന്റെ അഭിപ്രായത്തില് ഇത് റിട്ടയർമെന്റ് വയസ്സ് വരെ തന്നെ ആക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഇപ്പൊ റിട്ടയർ ചെയ്യണ വയസ്സ് 56 അപ്പൊ 56 തന്നെ PSCക്ക് അപ്ലൈ ചെയ്യുന്നതും കൂടി ആക്കി മാറ്റിയാൽ കൂടുതൽ നല്ല അഭിപ്രായം ജനങ്ങളിൽ നിന്ന് ഇവർക്ക് കിട്ടും എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. എന്ന് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ PSC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് എനിക്ക് തമാശ തോന്നുന്നത്. അതായത് 3.4 കോടി ജനങ്ങളുള്ള കേരളത്തില് 24 PSC മെമ്പേഴ്സ് ഉണ്ട്. ഈ PSC മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി സാലറിയാണ് ഇവർക്കൊക്കെ. ആൾമോസ്റ്റ് ഒരു 4 ലക്ഷം സാലറി. പിന്നെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കാറ്, സ്വന്തമായി കാറ്, ഗവൺമെന്റ് ഡ്രൈവർ, അങ്ങനെ എല്ലാ സെറ്റപ്പിലും ഒരു മന്ത്രിനെ കാട്ടിയും വളരെ സെറ്റപ്പിൽ നടക്കുന്ന ആൾക്കാരാണ് ഈ PSC മെമ്പേഴ്സ് ഫ്രം കേരള. അതാണ് 3.4 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിന് ഇത്രയും മെമ്പേഴ്സിനെ വെച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടിയിലെ ആൾക്കാരെ ഉന്നത തലത്തിലിരിക്കുന്നവരെ വെച്ചുകൊണ്ട് കാലങ്ങളായി ഇവിടെ നടത്തുന്ന ഒരു തട്ടിപ്പാണ്. ആ തട്ടിപ്പിന്റെ ഒരു പോളിഷിംഗ് ആണ് ഇപ്പൊ ഈ 40 വയസ്സും 45 വയസ്സ് ന്യൂനപക്ഷങ്ങൾക്കും ആക്കി മാറ്റിയത്. ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിലാണ്? 28 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ PSC മെമ്പേഴ്സ് എത്രയറിയോ? 6 പേരാ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ 3.5 കോടി ഇല്ല ജനം, അവിടെ 24 PSC മെമ്പേഴ്സ്. അപ്പൊ ധൂർത്തടിയുടെ ഒരു കേന്ദ്രമാണ് കേരളം. ആ കേരളത്തിൽ ശരിക്ക് ഇനി 24 മെമ്പറോ ഇവന് എത്ര മെമ്പറോ ആയിക്കോ, അപ്പോ ഇവിടെ സംസ്ഥാന ഭരണകൂടം മാറി മാറി ഭരിച്ചവർ രണ്ടുപേര് ഒത്തുകളിച്ചുകൊണ്ട് ഈ PSC ഡിപ്പാർട്ട്മെന്റിലും ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിലും കാട്ടുന്ന ഈ ഡ്രാമ കളി എത്രയും പെട്ടെന്ന് നിർത്തി സമ്പൂർണമായിട്ട് 100% ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ PSC സംവിധാനം മാറ്റിയെടുക്കണം. അതിന്റെ പഴയ സിസ്റ്റം ഒരു 6 ആള് മതി. ഈ 3.5 കോടി ജനങ്ങൾ 6 താഴെ മതി മെമ്പേഴ്സ്. അത് ശക്തമായി പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത് ശരിയായ രീതിയിൽ കോൾ ഫോർ ചെയ്ത് എക്സാമിനേഷൻ നടത്തി ഇവിടുത്തെ എല്ലാവർക്കും 100% മെറിറ്റ് അടിച്ച് അപ്പോയിന്റ്മെന്റ് നടത്താൻ ഇവർ തയ്യാറല്ലെങ്കിൽ ഇവരെ മുഴുവൻ ഇവിടുന്ന് മാറ്റുക. ഈ 2 കൂട്ടരെയും മാറ്റുക. ഇവിടെ KSRTC എടുത്താൽ, KSEB എടുത്താൽ, ബീവറേജ് എടുത്താൽ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നത് 99% പിൻവാതിൽ നിയമനമാണ്. അവർ പിന്നെ താൽക്കാലിക നിയമനം, പിന്നെ സ്ഥിരം നിയമനമായി മാറ്റി. ഇവർ ഈ രാഷ്ട്രീയ പാർട്ടിയെ വോട്ട് ബാങ്കിന് സാധാരണക്കാരന് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ PSCയിൽ നിന്ന് കിട്ടുന്നില്ല. എന്നിട്ട് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 40, 45, 50 ഇവര് റിട്ടയർമെന്റ് വരെ ആക്കിക്കോട്ടെ നീ വയസ്സ്. അതേ ഇതിൽ പറയാനുള്ളൂ. ഇതിന് ജനങ്ങൾ പ്രതികരിക്കണം. ഈ തട്ടിപ്പിന് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കണം. എന്നാലാണ് ഇവിടെ ശരിയായ ഒരു അപ്പോയിന്റ്മെന്റ് പോളിസി, ജോലി കിട്ടുന്ന ഒരു പോളിസി ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നിർത്തി ഇവിടെ ഇപ്പൊ തന്നെ നമുക്കറിയാലോ, +2 കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിർബന്ധിച്ച് അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പഠിക്കാനും ജോലി ചെയ്യാനായി പോവുകയാണ്. ഇതിനൊരു മാറ്റം എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടം ചെയ്യുന്നില്ല? മറ്റുള്ള കൺട്രീസിൽ ഇപ്പൊ അമേരിക്കയിൽ പോലും പഠിക്കുമ്പോൾ തന്നെ ജോലി എടുക്കാം. അപ്പോ ഈ പഠനത്തിന് വേണ്ട പൈസ ആ കുഞ്ഞ് തന്നെ പഠിച്ച് അധ്വാനിച്ചുണ്ടാക്കി അവന്റെ പഠനം അവിടെ തുടരുന്നു. രക്ഷിതരാണ് പഠനം കഴിയുന്നവരെയും ജീവിക്കുന്നത്. ഈ ഒരു സിസ്റ്റം ഇവിടെ മാറ്റാൻ, ഇതിന് അപ്രന്റീസ്ഷിപ്പ് PSCയിൽ കൂടി നടപ്പാക്കിയിട്ടും പഠിക്കുന്ന വിദ്യാർത്ഥികളെ ക്യാമ്പസ് ഇന്റർവ്യൂകൾ ചെയ്തിട്ട് അതിനിവിടെ വ്യവസായങ്ങൾ വരണം കേട്ടോ. ഈ കള്ള് കച്ചവടം, ലോട്ടറി കച്ചവടമായ ഈ പദ്ധതികളൊന്നും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. അപ്പൊ വളരെ പ്ലാൻഡ് ആയിട്ട് ഇവിടെ
ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്ന് അതിനുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ ഏർപ്പാടാക്കി കൊടുത്ത് കൂടുതൽ ചെറുകിട വൻകിട വ്യവസായങ്ങൾ കൊണ്ടുവന്ന് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യോജിച്ച തരത്തിലുള്ള പഠനത്തോടൊപ്പം കൊണ്ടുപോകാവുന്ന തൊഴിലുകൾ കൊടുത്ത് പഠനത്തിൽ സഹായിക്കാൻ വേണ്ടി തൊഴിലെടുത്തുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് പഠനം തുടരുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റം ഇവിടെ ഉണ്ടാക്കാൻ ഈ PSC പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കണം. അല്ലാതെ PSCയിലെ മെമ്പർമാരുടെ എണ്ണം 24, 48 എന്നും അത് ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആക്കി മാറ്റാതെ വളരെ കൃത്യനിഷ്ഠയിൽ ഈ സർക്കാരുകൾ ഇതിന് തയ്യാറാവണം. ഇവര് രണ്ടുപേരും മാറി മാറി ഭരിച്ചിട്ട് ഇവിടത്തെ ജനങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, എന്തായാലും സാറ് സൂചിപ്പിച്ചതുപോലെ PSCയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതുവാൻ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും വയസ്സ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. 40 വയസ്സ് വരെ അല്ലെങ്കിൽ 45 വയസ്സ് വരെ ഇനി മുതൽ PSC പരീക്ഷ എഴുതാമെന്നാണ്. ചർച്ചയിൽ നിന്ന് മനസ്സിലായ പ്രകാരം ഇത്തരത്തിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് അനുകൂലമായി വർത്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണോ നിയമം മാറ്റിയത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു സർ.